ഒരുപാട് ആളുകൾ ഖുർആനിനെ ബൈഹാർട്ടാക്കുന്നവരുണ്ട്. ഒരുപാട് ആളുകൾ തജ്വീദിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നവരുണ്ട്. ഒരുപാട് പേർ ഖുർആനിനെ നിത്യജീവിതത്തിൻ്റെ ഭാഗമെന്നോണം നിരന്തരമായി പാരായണം ചെയ്യുന്നവരുണ്ട്. ഒരുപാട് പേർ അതിൻ്റെ അർത്ഥങ്ങളുടെയും ആശയങ്ങളുടെയും തലങ്ങളിലേക്ക് പോകുന്നവരുണ്ട്. ഇതൊക്കെ വേണ്ടതല്ലേ എന്ന് ചോദിച്ചാൽ ഇതെല്ലാം വേണ്ടതാണ്. എന്നാൽ എല്ലാം വേണ്ടതാകുമ്പോൾ തന്നെ അതിൻ്റെ വാക്കുകൾ, അതിൻ്റെ അക്ഷരം, അതിൻ്റെ പാരായണം, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, അതിൻ്റെ പഠന മനനങ്ങൾ എല്ലാം നമുക്ക് വേണ്ടതാണ്. ഏതിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഇതെല്ലാം ഉണ്ടായിരിക്കെ തന്നെ ഖുർആൻ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു സംഗതിയുണ്ട്. നിങ്ങളെന്തേ ചിന്തിക്കുന്നില്ല? നിങ്ങളെന്തേ ഗ്രഹിച്ചു മനസ്സിലാക്കുന്നില്ല? നിങ്ങളെന്തേ ഉറ്റാലോചിക്കുന്നില്ല? നിങ്ങളെന്തുകൊണ്ട് പഠന മനനങ്ങൾക്ക് വിധേയമാക്കുന്നില്ല എന്ന് ഖുർആൻ നിരന്തരമായി നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഖുർആനിനാണെങ്കിൽ ഒരുപാട് പേരുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഖുർആനെ തന്നെ വിശേഷിപ്പിക്കുന്ന ഒരുപാട് പേരുകളിൽ ഇത് ഉൾക്കാഴ്ചയാണ്, ബസ്വായിറാണ്, അൽ ബയാൻ ഇത് വിവരണമാണ്, ഇത് ജ്ഞാനത്തിൻ്റേതാണ്, ഇൽമിൻ്റേതാണ്, ഇത് വിജ്ഞാനത്തിൻ്റേതാണ്. അതേപോലെ തന്നെ ഇത് പല വിധത്തിൽ വെളിച്ചമാണ്, സന്മാർഗദർശനമാണ്. അങ്ങനെ ഒട്ടനേകം പേരുകളിലൂടെ ഖുർആൻ ഹക്ക്, ഇത് സത്യയാഥാർത്ഥ്യമാണ് എന്നിങ്ങനെ നമുക്ക് മനസ്സിലാക്കി തന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ അതിനെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് പഠിക്കാൻ, ചിന്തിക്കാൻ, മനസ്സിലാക്കാൻ, തിരിച്ചറിയാൻ, അതിങ്ങനെ ജീവിതത്തിൽ പകർത്താൻ, കുടുംബാന്തരീക്ഷത്തിൽ അത് നിലനിർത്താൻ നമുക്ക് എത്രത്തോളം സാധ്യമായിട്ടുണ്ട് എന്നതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഒരുപാട് മോട്ടിവേഷൻ അല്ലെങ്കിൽ സൈക്കോളജി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വലിയ വലിയ ഫീസ് വാങ്ങിച്ചുകൊണ്ട് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് ഇന്ന് ഈ കാലഘട്ടത്തിൽ മാത്രമല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ മറ്റിതര രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻസും മറ്റുള്ളവരുമൊക്കെ ഇതിനെ മനസ്സിലാക്കിയിട്ട് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തതായിട്ട് അതിനവർ ഫീസ് വാങ്ങിക്കുന്നുണ്ട്. നമുക്കിത് വെറുതെ കിട്ടിയപ്പോൾ ഒരു വിലയില്ലാതെ പോയി എന്നതൊരു വസ്തുതയാണ്. നമുക്കതിൻ്റെ മൂല്യത്തെ തിരിച്ചറിയാൻ കഴിയാതെ പോയി എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇത് പ്രപഞ്ച സൃഷ്ടാവായ രക്ഷിതാവിൻ്റെ വാക്കുകളാണ്. അതിന് അതേ വിധത്തിൽ നമ്മൾ ഉൾക്കൊള്ളാൻ എന്ന് ശ്രമിക്കുന്നുവോ അവിടെയാണ് നമ്മുടെ കുടുംബ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാമല്ലോ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്താ? മരിയ ജോസഫ്, ജിജോ മരിയ, ഈ രണ്ട് മോട്ടിവേഷൻ സ്പീക്കേഴ്സ്. അവർ മതം മാറിയതാ, രണ്ടുപേരും മുസ്ലിമായിരുന്നു എന്ന് പറയുന്നു. അവരുടെ മോട്ടിവേഷന് കാശ് കൊടുത്ത് പോയിരുന്നവരുടെ ഗതി എന്താണ് ഇന്ന് നമ്മൾ ആലോചിക്കുന്നിടത്തേക്കാണ് അവരിൽ ഈ ഭർത്താവ് ഭാര്യയെ ചെരവ് കൊണ്ടടിക്കുകയും പല വിധത്തിലുള്ള പീഡനങ്ങളും കടിക്കുകയും ഇടിക്കുകയും കഴുത്തിന് പിടിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ പല വിധത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അവരാണ് മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ നൽകുന്നത്. അപ്പോൾ വിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് എത്തിച്ചു തന്നിരിക്കുന്ന ഈ ഖുർആൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലൂടെ പകർത്തിയാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. ജീവിതത്തിലൂടെ കാണിച്ചു തരാണ് ഓരോ കാര്യങ്ങളും. ജീവിക്കുന്ന സാക്ഷിയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ആ വിധത്തിലാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടതും. അപ്പോൾ ഒരു കുടുംബം എന്ന് പറയുന്നത് രൂപപ്പെടുന്നത് എപ്പോഴാണ്? എന്താണ് ജീവിതമെന്നും എവിടേക്കാണ് നമ്മുടെ യാത്രയെന്നും നമ്മൾ ആരെയാണ് മാതൃകയാക്കേണ്ടതെന്നും എന്തിൽ നിന്നാണ് പഠിക്കേണ്ടതെന്നും ആരോടാണ് നമ്മൾ സങ്കടം പറയേണ്ടതെന്നും ആരുടെ മുമ്പിലാണ് സുജൂദ് ചെയ്യേണ്ടതെന്നും ആരെയാണ് ആരാധിക്കേണ്ടതെന്നും അങ്ങനെ തുടങ്ങുന്ന ഒട്ടനേകം കാര്യങ്ങൾ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ ജീവിതത്തിൽ ഈ ലോകത്ത് ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടത് ഇണയായിട്ടാണ് ആദം നബിയെയും ഹവ്വാ ബീവിയെയും. അവരിലൂടെ ഒരു ജീവിതം തലമുറകളിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ വൈവാഹിക ബന്ധത്തിലൂടെയാണ് ഒരു ജീവിതം ഇവിടെ പൂവിടേണ്ടത് എങ്കിൽ
ആ വൈവാഹിക ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ലളിതവും സ്പഷ്ടവുമായ വിധത്തിൽ ഖുർആൻ നമുക്കിത് മനസ്സിലാക്കി തരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പഠിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ആരെയാണ് കല്യാണം കഴിക്കേണ്ടതെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആരെയാണ് കല്യാണം കഴിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരെ കല്യാണം കഴിക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. പാടില്ല എന്ന് പറഞ്ഞത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. പക്ഷെ മുസ്ലിം സമൂഹത്തിൽ, മുസ്ലിം കുടുംബങ്ങളിൽ ഇന്ന് നിർബാധം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു അധികമാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ ജീവിതത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങളും പഠിപ്പിക്കേണ്ടത് മാതാപിതാക്കളിൽ ഏറ്റവും ശക്തമായി മക്കളെ സ്വാധീനം ചെലുത്തേണ്ടത് ഉമ്മമാരാണ്. അപ്പോൾ ആ നിലയ്ക്ക് തന്നെ നമ്മുടെ കുട്ടികൾ വിവാഹപ്രായം എത്തുമ്പോൾ ആരെയാണ് കല്യാണം കഴിക്കേണ്ടത്, ആരെയാണ് കല്യാണം കഴിച്ചവരുടെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷത്തോടു കൂടി പോകേണ്ടത്, ഏത് വിധത്തിലായിരിക്കണമെന്ന് ഉമ്മയിലൂടെ കിട്ടേണ്ട ഒരുപാട് പാഠങ്ങളുണ്ട്. ഉമ്മക്ക് അറിഞ്ഞിരിക്കണമല്ലോ ഖുർആൻ പറയുന്നത് സൂറ അൽ ബഖറയിൽ വലാ തൻകിഹുൽ മുശ്രികാത്ത്, മുശ്രിക്കത്തായിട്ടുള്ള പെണ്ണുങ്ങളെ, ബഹുദൈവ ആരാധകരായിട്ടുള്ള പെണ്ണുങ്ങളെ നിങ്ങൾ കല്യാണം കഴിക്കാൻ പാടില്ല. ഹത്താ യുഅ്മിന്ന, അവർ വിശ്വസിക്കുന്നത് വരെ. വല അമത്തും മുഅ്മിനത്തുൻ ഖൈറും മിൻ മുശ്രിക്കത്തിൻ വലൗ അഅജബത്കും, നിങ്ങൾ ഒരുപാട് അത്ഭുതപ്പെടുത്തിയാലും നിങ്ങൾക്കിങ്ങനെ ഒരുപാട് അതിശയങ്ങൾ തോന്നുന്ന ഗുണവിശേഷണങ്ങൾ ആ സ്ത്രീകളിൽ നിങ്ങൾ കണ്ടാലും, സ്വഭാവം കൊണ്ടാകാം, പെരുമാറ്റം കൊണ്ടാകാം, ഇടപെടലുകൾ കൊണ്ടാകാം, സാമർത്ഥ്യം കൊണ്ടാകാം, അറിവ് കൊണ്ടാകാം, സ്വാധീനം കൊണ്ടാകാം, പല വിധത്തിലുള്ള ഒരുപാട് ഗുണങ്ങൾ ആ പെൺകുട്ടികളിൽ നിങ്ങൾ കണ്ടാലും നിങ്ങൾ കല്യാണം കഴിക്കരുത്. ഇത് ഏഴാകാശങ്ങൾക്കപ്പുറത്തു നിന്നും പടച്ച തമ്പുരാൻ ഈ ഭൂമിയിലെ മനുഷ്യരുടെ ജീവിതം സ്വർഗമാകുന്നതിന് വേണ്ടി നിർദ്ദേശിച്ചൊരു നിർദ്ദേശമാണ് എങ്കിൽ ആ നിർദ്ദേശത്തെ കേൾക്കാതെ, ശ്രദ്ധിക്കാതെ, അതിനെ അവഗണിച്ചുകൊണ്ട് ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു വന്ന എത്രയോ ആളുകൾ, മുസ്ലിം കുടുംബത്തിൽ നിന്ന് പോയ പെൺകുട്ടികളും മുസ്ലിം കുടുംബങ്ങളിലേക്ക് ചേക്കേറിയ അന്യമതസ്ഥരായിട്ടുള്ള പുരുഷന്മാരുമൊക്കെ ഇന്ന് നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അല്ലാഹ് പറഞ്ഞത് വല അബ്ദും മുഅ്മിനുൻ ഖൈറും മിൻ മുശ്രിക്, മുശ്രിക്കായിട്ടുള്ള ഒരു വല അബ്ദും മുഅ്മിനുൻ, വിശ്വാസിയായിട്ടുള്ള ഒരു മുഅ്മിനായിട്ടുള്ള മനുഷ്യനാണ്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി, തിരിച്ചും മറിച്ചും അത് പറഞ്ഞിട്ടുണ്ട്, അവരാണ് ഒരു മുശ്രിക്കത്തിനേക്കാളും ഒരു മുശ്രിക്കിനേക്കാളും ഏറ്റവും ഉത്തമമായത്. എന്തുകൊണ്ടാണ്? അവർ വിളിക്കുന്നത് നരകത്തിലേക്കാണ്, അള്ളാഹു വിളിക്കുന്നത് സ്വർഗത്തിലേക്കാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടുന്ന് തുടങ്ങണം. ഒരു കുടുംബ ജീവിതത്തിൻ്റെ, കുടുംബം എന്നത് ഏറ്റവും ചെറിയൊരു യൂണിറ്റാണ്. അങ്ങനെയുള്ള കുറേ യൂണിറ്റുകൾ കൂടുന്നതാണ് ഒരു വലുതാകുന്നത്. കുഞ്ഞു കുഞ്ഞു കുടുംബങ്ങളിലെ ആളുകൾ കൂടിയിട്ട് ഒരു സമൂഹമാകുമ്പോൾ സമൂഹത്തിൻ്റെ അപജയവും സമൂഹത്തിൻ്റെ ദുഷിപ്പും എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ അത് കുടുംബങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ്. എൻ്റെ കുടുംബം നല്ലതായിരിക്കുമ്പോൾ, ഇതുപോലുള്ള കുടുംബങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സമൂഹം നന്നാകും. ആ സമൂഹം നന്നാകുമ്പോൾ രാജ്യം നന്നാകും. രാജ്യം നന്നാകുമ്പോൾ ലോകം നന്നാകും. അക്രമത്തിൻ്റെയും അനീതിയുടെയും വൃത്തികേടിൻ്റെയും താന്തോന്നിത്തരങ്ങളുടെയും എല്ലാ വിധത്തിലുമുള്ള അധർമ്മങ്ങളുടെയും ഒക്കെ കൂത്തരങ്ങായി ഇന്ന് സമൂഹം മാറിയിട്ടുണ്ടെങ്കിൽ അവിടെ എവിടെയൊക്കെയോ നമ്മുടെ അശ്രദ്ധകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് വൈവാഹിക ജീവിതം തുടക്കം തന്നെ അങ്ങനെയാണെങ്കിൽ പിന്നെ അതിൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നേരത്തെ സാറ് പറഞ്ഞ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകും. ആര് എങ്ങനെയാണ്, ഏത് വിധത്തിലാണെന്നൊക്കെ എല്ലാം കൃത്യമായി ഖുർആൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. വാപ്പയാരാണ്, ഉമ്മയാരാണ്, മക്കളാരാണ്, മക്കളോട് ഇടപെടേണ്ട രീതി എന്താണ്, വാപ്പയോട് എങ്ങനെയായിരിക്കണം, ഉമ്മയോട് എങ്ങനെയായിരിക്കണം എന്ന് തുടങ്ങുന്ന എന്ത് കാര്യമാണ് ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരാത്തത് എന്നാലോചിച്ച് നോക്കുക. എൻ്റെ ശരീരത്തിലേക്ക് നോക്കിയാൽ എനിക്ക് ബോധ്യമാകും എന്നെ എന്തിനാ സൃഷ്ടിച്ചത് എന്ന്. പുരുഷൻ്റെ ശരീരത്തിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും പുരുഷനെ എന്തിനാ സൃഷ്ടിച്ചതെന്ന്. മെയ്വഴക്കവും കൈക്കരുത്തും ശക്തിയും അതേപോലെ ധൈര്യവുമൊക്കെ നൽകി അവരെ സൃഷ്ടിച്ചതിനും നമ്മളെ ഈ വിധത്തിൽ സൃഷ്ടിച്ചതിനുമൊക്കെ അള്ളാഹുവിന് നിശ്ചിതമായ അജണ്ടകളും കൃത്യമായ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളുമുണ്ട്. ആ തീരുമാനങ്ങളെ കാറ്റിൽ പറത്തിയിട്ട് ഇന്നത്തെ പെൺകുട്ടികൾ പറയാണ് ഞങ്ങൾക്ക് കല്യാണം വേണ്ട. ഇതൊക്കെ ഇവിടെ സംസാരിച്ചോന്ന് എനിക്കറിയില്ല കേട്ടോ.
ഞങ്ങൾക്ക് കല്യാണം വേണ്ട, ഞങ്ങൾക്ക് പഠിപ്പുണ്ട്, ഞങ്ങൾക്ക് സൗകര്യങ്ങളുണ്ട്, ഞങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടം പോലെ ജീവിക്കാം എന്ന് പറയുന്നിടത്തേക്ക് നമ്മുടെ പെൺകുട്ടികൾ മാറിയെങ്കിൽ ഉമ്മമാരത് സങ്കടപ്പെട്ട് നമ്മളോട് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, കുഞ്ഞുനാളിലെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരുപാട് പാഠങ്ങളില്ലേ. എപ്പോഴാണ് ലുക്മാനുൽ ഹക്കീം തൻ്റെ മകന് പഠിപ്പിച്ചു കൊടുത്തത് എന്ന് നമ്മൾ അറിയണം. എത്രയെത്ര ഉപദേശങ്ങൾ, എവിടെയാണ് ആ വിളി പോലും നമുക്ക് അത്ഭുതവും അതിശയവും തോന്നിക്കുന്നതല്ലേ. യാ ബുനയ്യ, യാ ബുനയ്യ, എൻ്റെ കുഞ്ഞുമകനെ എന്നിങ്ങനെ പറഞ്ഞിട്ട് അള്ളാനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ഇത് കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൽ നമ്മുടെ മക്കളിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ട പാഠങ്ങളാണ്. മാതാക്കൾ മുലപ്പാലിനോടൊപ്പം അവർക്ക് കൊടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പിതാക്കൾ അവർക്ക് കൊടുക്കേണ്ട ഉപദേശങ്ങളുണ്ട്, നിർദ്ദേശങ്ങളുണ്ട്, ശാസനകളുണ്ട്, കൽപ്പനകളുണ്ട്. ജീവിക്കുന്ന മാതൃകകളായിരിക്കുകയും ചെയ്യണം. അങ്ങനെ പറയുമ്പോൾ അള്ളാനെ കുറിച്ച് വിളിച്ചു തേടാനും പ്രാർത്ഥിക്കാനും സുജൂദ് ചെയ്യാനും കീഴ്വണങ്ങാനും ഈ പ്രപഞ്ചത്തിനൊരു രക്ഷിതാവുണ്ട് എന്ന തിരിച്ചറിവ്, ആ രക്ഷിതാവിനെ കുറിച്ചുള്ള കൂടുതൽ ബോധ്യങ്ങളിലേക്ക് എത്തുന്ന ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകുൻ ഫീ സഖറ ഔ ഫീ സമാവാതി ഔ ഫിൽ അർദ് യഅതി ബിഹല്ലാഹ്. ഒരു കടുക് മണി തൂക്കം, കുഞ്ഞുകുട്ടികൾക്കും കടുക് അറിയാൻ സാധിക്കും, കുഞ്ഞുകുട്ടികൾക്കും പാറക്കെട്ടുകളെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. എങ്കിൽ ഒരു കടുകിൻ്റെ അത്രയുള്ള ഒരു കാര്യം അതേതെങ്കിലും ഒരു പാറക്കൂട്ടങ്ങൾക്കിടയിലാണെങ്കിൽ, ആകാശങ്ങളിലോ ഭൂമിയിലോ എവിടെയാണെങ്കിലും ശരി, അള്ളാഹു അത് കൊണ്ടുവരും എന്ന് പറയുമ്പോൾ എൻ്റെ റബ്ബ് അറിയാത്തതായിട്ടൊന്നുമില്ല, എൻ്റെ റബ്ബ് കാണാത്തതായിട്ടൊന്നുമില്ല. എൻ്റെ ഉപ്പയെ പറ്റിച്ചാൽ, എൻ്റെ ഉമ്മയെ പറ്റിച്ചാൽ, എൻ്റെ ഗുരുനാഥന്മാരോട് അനുസരണക്കേട് കാണിച്ചാൽ, ജീവിതത്തിൽ ആരെയൊക്കെ പറ്റിച്ചാലും, ആരെയൊക്കെ അവഗണിച്ചാലും, ആരോടൊക്കെ അനീതിയും അക്രമവും കാണിച്ചാലും, ഏതൊക്കെ വിധത്തിലുള്ള കള്ളത്തരങ്ങൾ കാണിച്ചാലും എൻ്റെ റബ്ബ് കാണുന്നവനാണ്, എൻ്റെ റബ്ബ് അറിയുന്നവനാണ്. ലോകത്തെ സകല മനുഷ്യരെയും വിളിച്ചുകൂട്ടുന്ന ഒരു പരലോകത്ത് എൻ്റെ കള്ളത്തരങ്ങളും കാപട്യങ്ങളും ഞാൻ ആരെയൊക്കെ ചതിച്ചോ വഞ്ചിച്ചോ ഇതൊക്കെ മനുഷ്യ സമൂഹത്തിൻ്റെ മുമ്പിൽ വെളിവാക്കും എന്ന തിരിച്ചറിവിൻ്റെ ബോധ്യമാണ് കുഞ്ഞുനാളിലെ ഒരു കുട്ടിക്ക് പകർന്നു കൊടുക്കുന്നതെങ്കിൽ അള്ളാനെക്കുറിച്ചുള്ളൊരു പേടിയിൽ നമ്മളെ അങ്ങനെയൊക്കെ കുറച്ചൊക്കെ പേടിപ്പിച്ചില്ല. അങ്ങനെ പേടിപ്പിക്കണമെന്ന് വെച്ചാൽ പേടിപ്പിക്കേണ്ട, ബോധ്യത്തിലാണ് വളർത്തേണ്ടത്. പക്ഷെ നമ്മളെയൊക്കെ അങ്ങനെ വളർത്തിയിരുന്നത്, ആ മൂല്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. നമുക്ക് ആരെയാണ് കളിയാക്കാൻ പറ്റുന്നത്? നമുക്ക് ആരോടാണ് കള്ളത്തരം കാണിക്കാൻ പറ്റുന്നത്? ആരെയാണ് നമുക്ക് പറ്റിക്കാൻ പറ്റുന്നത്, ചതിക്കാൻ പറ്റുന്നത്? അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കാൻ നമ്മൾ പ്രാപ്തമാകണം. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ എന്തൊക്കെ പഠിപ്പിച്ചു കൊടുത്തു? അള്ളാഹിനെ മാത്രമാണ് ആരാധിക്കേണ്ടത്, അവൻ്റെ മുമ്പിൽ മാത്രമാണ് സുജൂദ് ചെയ്യേണ്ടത്. അവൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുകയും സുജൂദ് ചെയ്യുന്നതിനും വിരുദ്ധമായിട്ട് നിന്റെ മാതാപിതാക്കൾ പറഞ്ഞാൽ ആ ഒരു വിഷയത്തിൽ മാത്രമാണ് അവരെ അനുസരിക്കേണ്ടാത്തത്. ബാക്കി എല്ലാ കാര്യത്തിലും ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബർ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമ. എത്ര കാര്യങ്ങൾ പറഞ്ഞു, എത്ര കാര്യങ്ങൾ. അവർ വാർദ്ധക്യം ബാധിച്ച് വയ്യാണ്ടയായി നിന്റെ അടുക്കൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവരോട് മോശമായ വാക്കുകൾ പറയരുത്. അവർക്ക് കാരുണ്യത്തിൻ്റെ ചിറകുകൾ താഴ്ത്തിക്കൊടുക്കണം. എന്നിട്ട് അവരെ ചേർത്ത് പിടിക്കുകയും അവരോട് എല്ലാവിധത്തിലുള്ള അലിവും ദയയും കാരുണ്യവും ഒക്കെ കാണിക്കുകയും എല്ലാ വിധത്തിലും അവരിങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിന്റെ കൂടെ നിർത്തണം. ഇത് കഴിഞ്ഞിട്ടാണ് പറഞ്ഞിട്ടുള്ളൂ പ്രാർത്ഥന, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അതിൽ ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ എൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് എനിക്കറിയാൻ കഴിയാത്തടത്ത് ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആരായിരുന്നുവെന്നും ഞാൻ ഇവിടെ എങ്ങനെ ഈ വിധത്തിലെത്തി എന്നും എൻ്റെ കുഞ്ഞുമക്കളെ വളർത്തുന്നതിലൂടെ ഞാൻ പഠിക്കുക കൂടി ചെയ്യുമ്പോൾ എൻ്റെ ഉമ്മയോടും ഉപ്പയോടുമുള്ള കടപ്പാടും ഇഷ്ടവും സ്നേഹവും കൂടുന്നു. അതുകൊണ്ട് തന്നെ എന്നെ കുഞ്ഞുനാളിൽ സംരക്ഷിച്ച് പോറ്റി വളർത്തിയതുപോലെ എൻ്റെ മാതാപിതാക്കളോട് കരുണ കാണിക്കണേ എന്ന പ്രാർത്ഥന രണ്ട് തലത്തിലുള്ള ബോധ്യങ്ങളിലൂടെ ഏറ്റവും ശക്തമായ വിധത്തിൽ നമ്മുടെ മനസ്സിൽ രൂപപ്പെടുത്തുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇതാണ് ഖുർആനിൻ്റെ അധ്യാപനമെങ്കിൽ ഇന്ന്
ആരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, നമ്മൾ ചിന്തിക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. എപ്പോഴാണ് നമ്മൾ ജോലിക്ക് പോകേണ്ടത്? ഉമ്മമാരെ മാത്രം ഏൽപ്പിച്ച്, കണ്ണൂരിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കാലങ്ങളായിട്ട് വരുന്ന ഒരു രീതി സമ്പ്രദായത്തിൽ ഉമ്മമാരെ കുഞ്ഞുമക്കളെ അവരുടെ ഉമ്മമാർ നോക്കും. അതേസമയം ഇതേ രീതിയല്ലാത്ത മറ്റിടങ്ങളിൽ അമ്മായിമ്മയെ ഏൽപ്പിച്ചിട്ടാണോ കുഞ്ഞുമക്കളെ അവിടെ ആക്കിയിട്ട് ഈ പെൺകുട്ടികളൊക്കെ ജോലിക്ക് പോകുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റേതായിട്ടുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടാകും. ആരെയാണ് വളർത്തേണ്ടത്? ജോലിക്ക് പോകണ്ടെന്ന് എവിടെയും പറയണില്ല, പഠിക്കുന്നതിന് മാനദണ്ഡങ്ങൾ നിശ്ചയിക്കണമെന്നും എവിടെയും പറയുന്നില്ല. പക്ഷെ എൻ്റെ പഠിപ്പും എൻ്റെ സൗകര്യങ്ങളും എൻ്റെ കാശും എൻ്റെ അധ്വാനവും ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലും ഈ മാനസിക സംഘർഷങ്ങളിലും പ്രയാസങ്ങളിലും ആയിത്തീരുമ്പോൾ എൻ്റെ കുഞ്ഞിനോടുള്ള നീതി പാലിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന്, എൻ്റെ കുടുംബത്തോട് നീതി പാലിക്കാൻ സാധ്യമാകുന്നുണ്ടോ എന്ന് നമ്മൾ അറിയാം. ഇവിടുത്തെ ഒരു പശ്ചാത്തലത്തിൽ ഇത് ശരിയാണെന്ന് തോന്നിയെങ്കിൽ പോലും ഞാൻ പറയട്ടെ, മറ്റിടങ്ങളിൽ ഇങ്ങനെ വരുമ്പോൾ, എൻ്റെ ഉമ്മ വയ്യാതെ കിടക്കുമ്പോൾ, എൻ്റെ ഉമ്മ വല്ലാതെ വിഷമിക്കുമ്പോൾ, എനിക്ക് പേരക്കുട്ടികളെ നോക്കുന്ന ഡ്യൂട്ടിയാണെങ്കിൽ ചിലപ്പോഴെങ്കിലും ഉമ്മ ഞാൻ എന്ത് ചെയ്യാനാണ്, കുട്ടികൾ സ്കൂളിൽ പോകും, അവർ വരുമ്പോൾ ഞാൻ ഉണ്ടായിരിക്കണ്ടേ, അവൾ ജോലിക്ക് പോയതല്ലേ, എനിക്ക് എങ്ങനെ വന്ന് നിൽക്കാൻ പറ്റും എന്ന് കൊടുങ്ങല്ലൂരിലുള്ള ഞാൻ കോഴിക്കോടുള്ള എൻ്റെ ഉമ്മയെ വിളിച്ചു പറഞ്ഞിട്ട് ഞാനിങ്ങനെ ചങ്ക് പൊട്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് എത്രത്തോളം ഫലം ഉണ്ടാവും? ഞാനിങ്ങനെ റബ്ബി റഹ്മുമാക്കമാ റബ്ബയാനി സ്വഗീറ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമാണോ വേണ്ടത്? ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതില്ലേ? അവരോട് മോശം വാക്ക് പറയരുത്, അവരെ ആട്ടി അകറ്റരുത്, അവർക്ക് കാരുണ്യത്തിൻ്റെ ചിറകുകൾ താഴ്ത്തിക്കൊടുക്കണം, എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കല്ലേ വേണ്ടത്? അത് നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുക. ഇനി എൻ്റെ മക്കൾക്ക് ഞാൻ കൊടുക്കുന്ന മറ്റൊരു സന്ദേശമുണ്ട്. ഞാൻ വയ്യാതെ കിടന്നാൽ നീ പേരക്കുട്ടികളെ നോക്കിയിരുന്നോ, എന്നെ നോക്കാൻ വരേണ്ട. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ? ഉണ്ടോ? ഞാൻ വയ്യാതെ കിടന്നാൽ നീ നിന്റെ പേരക്കുട്ടികളെ നോക്കിക്കോ, എന്നെ നോക്കാൻ നീ വരേണ്ടതില്ല, നീ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. അങ്ങനെയല്ല, നേരെ തിരിച്ചു വരണം. നമുക്ക് ഈ ബാധ്യതകളുണ്ട്. ഇത് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തരുന്നതാണ്. ഉമ്മയോട് ഉപ്പയോട് ഇത് മാത്രമാണ് നമ്മളോട് പറഞ്ഞത്. എന്തൊക്കെ കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം. ഖുർആൻ അത്ഭുതം തോന്നും. നമ്മളിങ്ങനെ സ്വത്ത് പങ്കുവെക്കുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളാണിപ്പോൾ. ഈ സ്വത്ത് പങ്കുവെക്കുന്നതുമായിട്ട് എത്ര കുടുംബങ്ങളാണ് തമ്മിൽ തല്ലും വഴക്കും നടക്കുന്നത്. ഈ സ്വത്തിൻ്റെ ആധിക്യവും അതിനോട് ഇഷ്ടവും മൂത്തിട്ട് നമ്മളിങ്ങനെ ആർക്കാണിതിങ്ങനെ കൂട്ടി 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 സംഭരിച്ച് വെക്കുന്നത്? തലമുറകൾക്ക് വേണ്ടി സംഭരിക്കുമ്പോൾ ഖുർആൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് എന്തൊരു ഇഷ്ടമാണ് അനന്തരാവകാശികളുടെ സ്വത്തിനോട്? റസൂല് സഹാബികളോട് ചോദിച്ചതാണ്. സഹാബികൾ പറഞ്ഞു, ഇല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വത്തിനോടാണ് ഇഷ്ടം. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി, അല്ല, നിങ്ങൾക്ക് അനന്തരാവകാശികളുടെ സ്വത്തിനോടാണ് ഇഷ്ടം. നിങ്ങളുടെ സ്വത്ത് എന്ന് പറയുന്നത് എന്താ? നിങ്ങൾ കഴിച്ച ആഹാരം നിങ്ങളുടേത് മാത്രമാണ്. ഞാനിന്ന് കഴിച്ച കാലത്ത് കഴിച്ച നാസ്ത അതിലാരും പങ്കുപറ്റിയിട്ടില്ല. ഞാൻ ഒറ്റക്കാണ് അത് കഴിച്ചത്, എൻ്റേത്. എൻ്റെ വയറ്റിലേക്ക് പോയതിൽ ആരും എൻ്റെ പ്ലേറ്റിൽ നിന്ന് കൈയിട്ട് വാരിയിട്ടില്ല. നിങ്ങൾ ധരിച്ച വസ്ത്രം നിങ്ങളുടേത് സ്വന്തമാണ്, ശരിയാണ്, ഇതിൻ്റെ ഉള്ളിൽ വേറെ ആരുമില്ല, ഇത് എൻ്റേതാണ്. പിന്നെ നിങ്ങൾ കൊടുത്തത് മാത്രമാണ് നിങ്ങളുടേത്. നിങ്ങൾ കൊടുത്തത് മാത്രമാണ് നിങ്ങളുടേത്. എന്നിട്ട് എത്രയാണ് നമുക്ക് കൊടുക്കാൻ പറ്റണത്? പലപ്പോഴും കൊടുക്കുന്നിടത്ത് നമ്മൾ വല്ലാതെ പിടിക്കണില്ലേ? ഞാൻ നിങ്ങളെ അല്ല കേട്ടോ, നിങ്ങളെയൊന്നുമല്ല, ഖുർആൻ പഠിക്കുന്നത് നിങ്ങൾ നല്ലോണം കൊടുക്കുന്നുണ്ടാവും. മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇതിനെക്കുറിച്ചൊക്കെ ബോധമില്ലാത്ത ഒരുപാട് ആളുകൾ, ഭീമമായ തുക. നിങ്ങൾക്ക് അത്ഭുതം തോന്നും. എൻ്റെ നാട്ടിൽ ഒരു കല്യാണത്തിൻ്റെ നിശ്ചയത്തിന് 10 ലക്ഷത്തിൻ്റെ വെടിക്കെട്ട്. ആ വെടിക്കെട്ടിനെ ഞാൻ കാണുന്നത് 10 ലക്ഷം രൂപ കൂട്ടിയിട്ടിട്ട് അതിൻ്റെ അടിയിൽ തീ കൊളുത്തിയതായിട്ടാണ് ഞാൻ കാണുന്നത്. ആ കല്യാണം നടന്നില്ല കേട്ടോ, നിശ്ചയമായിരുന്നു. അങ്ങനെ എത്രയെത്ര കാശ് കല്യാണത്തിന്, വിരുന്നിന്, ആഘോഷങ്ങൾക്ക്, ആചാരങ്ങൾക്ക്, സാമുദായിക സമ്പ്രദായങ്ങൾക്ക്, എന്തെല്ലാം കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒഴുക്കിക്കൊണ്ടിരിക്കുമ്പോഴും അള്ളാഹ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അവർ ചോദിക്കുന്നു എന്താണ് ചെലവഴിക്കേണ്ടത് എന്ന്. ഖുർആൻ ഒരു സ്ഥലത്ത് പറഞ്ഞു, ഖുൽ, നീ പറഞ്ഞേക്കുക, അൽ അഫ്, മിച്ചമുള്ളത് ചെലവഴിക്കാൻ പറയേ.
മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അത് ഖൈറ് തന്നെയാണ്. എന്നിട്ട് പറഞ്ഞു ഫലിൽ വാലിദൈൻ. അതാണ് മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ. മാതാപിതാക്കൾക്ക് നിങ്ങൾ കൊടുക്കണമെന്ന് ഫസ്റ്റ് പറഞ്ഞു. നമ്മളിൽ ഒരുപാട് ആളുകൾ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്തിനാ ഉപ്പാക്ക് കൊടുക്കണത്? ഉപ്പാക്ക് ഇഷ്ടം പോലെ പറമ്പില്ലേ, പറമ്പുണ്ടായിട്ട് എന്ത് കിട്ടും? ഉപ്പാടെ കയ്യിൽ ഇച്ചിരി കാശ് വേണ്ടേ? മാതാവിനും പിതാവിനും അവർ പ്രായമായിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും, എന്തിനാ ഉപ്പ ഇങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടുന്നത്, ഉപ്പാടെ പണിയൊക്കെ നിർത്തിക്കോ, ഞങ്ങൾ നോക്കൂലേ എന്ന് ചോദിക്കും. എന്നിട്ട് നമ്മൾ പറയും, എന്തിൻ്റെ കുറവാണ് ഉപ്പാക്കും ഉമ്മാക്കും, എല്ലാം ഉണ്ടല്ലോ, അവർക്ക് പിന്നെ എന്തിനാ കാശ്? ദേ ഉമ്മമാര് തലയാട്ടുണ്ട് കേട്ടോ, എന്തിനാണ് അവർക്ക് എന്നൊക്കെ ചോദിക്കും. അവർക്ക് പേരക്കുട്ടികൾക്കൊരു മിഠായി വാങ്ങിച്ചു കൊടുക്കാൻ, അവർക്ക് അവരുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും ഒന്ന് സഹായിക്കാൻ, വാപ്പമാർക്ക് അവരുടെ ആ പ്രായത്തിലുള്ള കൂട്ടുകാരോടൊപ്പം ചായപ്പീടികയിൽ നിന്ന് പലപ്പോഴും മറ്റുള്ളവർ ചായ വാങ്ങിച്ചു തരുമ്പോൾ അവർക്കൊരു ചായ വാങ്ങിച്ചു കൊടുക്കാൻ, അവരുടെ ഇഷ്ടപ്പെട്ട ആരുടെയെങ്കിലും അടുത്തേക്കൊരു വണ്ടി വിളിച്ചൊന്ന് പോകാൻ, എന്തെന്ത് ആവശ്യങ്ങൾ അവർക്കുണ്ട്. എന്നിട്ട് ഈ ഫലിൽ വാലിദൈൻ എന്ന വാക്ക് നമ്മൾ കണ്ടിട്ടില്ലേ? ഖുർആൻ പഠനം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിൽ സ്വാധീനം ചെലുത്തുന്നത് നമ്മൾ കാണണം. നമ്മുടെ ഉപ്പാടെ കയ്യിൽ കൊടുക്കണം കുറച്ച് കാശ്, ഉപ്പ വെച്ചോ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടാവുമല്ലോ. എന്തൊരു സന്തോഷമായിരിക്കും എന്നറിയാം അവർക്ക്, നമുക്കും എന്തൊരു ആത്മസംതൃപ്തിയായിരിക്കും എന്നറിയാം. ഉപ്പാക്ക് കൊടുക്കണം, ഉമ്മാക്ക് കൊടുക്കണം, അടുത്ത ബന്ധുക്കൾക്ക് കൊടുക്കണം, അനാഥകൾക്ക് കൊടുക്കണം. പലപ്പോഴും ഈ അനാഥകളെയും അഗതികളെയും ഒക്കെ സംരക്ഷിക്കുന്നതിലും നോക്കുന്നതിലും നമ്മൾ മുമ്പിലുണ്ടാകും, വേണ്ടതാണ്. പക്ഷെ അടുത്ത ബന്ധുവായ ഒരു അനാഥക്ക്, അടുത്ത ബന്ധുവായ ഗതിമുട്ടിയ ഒരു പാവത്തിന് പലപ്പോഴും നമ്മൾ അത്ര ശ്രദ്ധിക്കാറില്ല. മിസ്കിന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ വലിയ പഠിപ്പുരയുണ്ടാകാം, പഴയ കാലത്തെ പ്രതാപത്തിൻ്റെ അടയാളമായിട്ട് വലിയ അകത്തളങ്ങളും വീടുമുണ്ടാകാം. ഒരുപക്ഷെ അവിടെ ആ വീട്ടിൽ അടുപ്പിൽ തീ പുകയുന്നുണ്ടാവില്ല. അവരറിഞ്ഞ് മനസ്സിലാക്കി നമ്മൾ കൊണ്ടു കൊടുക്കണ്ടേ? അൽബക്കറയിൽ അതിനൊക്കെ ആയത്തുണ്ട്, നമ്മൾ പഠിക്കണതൊക്കെ. എന്നിട്ട് അവരുടെ അഭിമാനത്തിന് ക്ഷതം വരാതെ നോക്കാൻ നമ്മളോട് ഖുർആൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. പിന്നെയും പറഞ്ഞില്ലേ, വഫി സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ യുദ്ധവും മറ്റുള്ളതുമൊക്കെയായിരുന്നു പണ്ടത്തെ അള്ളാഹുവിൻ്റെ മാർഗം. ഇന്ന് അതില്ലെന്ന് നിങ്ങൾക്ക് തോന്നിയോ? എത്രയെത്ര പള്ളി നിർമ്മാണത്തിന് കാശില്ലാതെ നടക്കുന്നുണ്ട് നമ്മുടെ ആളുകൾ. പലരോട് ചോദിച്ചിട്ടും ലക്ഷങ്ങൾ കൈവശമുണ്ടായിട്ടും ആർക്ക് വേണ്ടിയാണ് നമ്മൾ കാത്തുവെച്ചിരിക്കുന്നത്? കൊടുക്കും തോറും തരാമെന്ന് വാക്ക് പറഞ്ഞ പടച്ചതമ്പുരാന്റെ വാക്കുകളിൽ എന്തേ നമുക്ക് വിശ്വാസമില്ലാതെ പോയത്? വാരിക്കോരി കൊടുത്താൽ നിങ്ങൾ എല്ലാ വർഷവും മാതാക്കളും പിതാക്കളും മക്കളും ഒക്കെ അവരവരുടെ വീടുകളിൽ ഒരുമിച്ചിരുന്ന് നിങ്ങൾ കൊടുക്കുന്ന സക്കാത്തിനെ നിങ്ങൾ കണക്കാക്കി നോക്ക്. നിങ്ങൾക്ക് കിട്ടുന്ന, നിങ്ങൾക്ക് സാലറി ഉണ്ടാകാം, നിങ്ങൾക്ക് വാടകയുണ്ടാകാം, നിങ്ങൾക്ക് വരുമാനം മറ്റു പലതും ഉണ്ടാകാം. ഇതൊക്കെ കൂട്ടിയിട്ട് കൃത്യമായിട്ട് നിങ്ങൾ ഓരോ വർഷവും വാപ്പ എത്ര കൊടുക്കുന്നു, ഉമ്മയുടെ സ്വർണത്തിൻ്റെത് ഉമ്മ എത്ര കൊടുക്കുന്നു, മകൻ ഇത്ര കൊടുക്കുന്നു, മകൾ ഇത്ര കൊടുക്കുന്നു, ഒരുമിച്ചിരുന്ന് കൂടിയാലോചിച്ച് നിങ്ങൾ കൊടുക്കുമ്പോൾ എഴുതി വെക്കൂ കണക്ക്. എന്നിട്ട് അടുത്ത വർഷം നിങ്ങളതൊന്ന് നോക്ക്, ആ വർഷത്തതിനേക്കാൾ നിങ്ങൾക്ക് കൂടുതലുണ്ടോ അതോ കുറവാണോ അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലല്ലേ പറഞ്ഞത്, ഒരു ധാന്യമണി കുഴിച്ചിട്ടാൽ അതിൽ നിന്നിങ്ങനെ വളർന്നു വന്നിട്ട് 7 കതിരുകളിൽ ഓരോ കതിരിലും 100 ധാന്യങ്ങൾ ഉണ്ടെങ്കിൽ 700 എണ്ണം ഒറ്റയടിക്ക് തരാമെന്ന് പറഞ്ഞ അള്ളാഹുവിൻ്റെ വാക്കിനെ എന്തേ നമുക്ക് ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കാനാവാത്തത്? ഖുർആനിൻ്റെ ആയത്തുകൾ കുടുംബജീവിതത്തിൽ സ്വാധീനമുണ്ടാക്കണം, കുടുംബജീവിതത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കണം. പരിവർത്തനങ്ങൾ ഉണ്ടാക്കിയ ഒരു സമൂഹത്തിൻ്റെ അത്ഭുതകരമായ ചരിത്രം പറയുന്നവരാണ് നമ്മൾ. നമുക്കൊരുപാട് ബാധ്യതകളുണ്ട്. എന്താണ് ഉമ്മാടെ ഡ്യൂട്ടി, എന്താണ് വാപ്പാടെ ഡ്യൂട്ടി എന്ന് കൃത്യമായി ഖുർആൻ വരച്ച് കാണിച്ചു. ഏതു വിധത്തിൽ? അതിനും അല്ലാഹു ഒരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ടുണ്ട്. നമ്മളിങ്ങനെ ശരിക്കും എന്താണ്, വല്ലൈലി ഇദാ യഗ്ഷ വന്നഹാരി ഇദാ തജല്ല വമാ ഖലഖ الذിക്ര വൽ ഉൻസ. വല്ലൈലി ഇദാ യഗ്ഷ, രാവ് ഇരുൾ മൂടുമ്പോൾ രാവിൻ്റെ ധർമ്മമാണ് ഇരുട്ടാവുക എന്നത്. വന്നഹാരി ഇദാ തജല്ല, പകലിൻ്റെ ധർമ്മമാണ് വെളിച്ചം വീശുക എന്നത്.
അതിനോട് ചേർത്ത അള്ളാഹു പറഞ്ഞത് വമാ ഖലഖ ദക്കറ വൽ ഉൻസ, ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച രീതിയാണ് സത്യം. അത് ഏതിനോട് ചേർത്തത്? എന്നും കാണുന്ന രാവ്, എന്നും കാണുന്ന പകൽ. രാവ് ഒരിക്കലും പകലിന്റെ ഡ്യൂട്ടി ചെയ്യുന്നില്ല, പകലൊരിക്കലും രാവിന്റെ ഡ്യൂട്ടിയും ചെയ്യുന്നില്ല. ഓരോന്നിനും വ്യത്യസ്തമായ ഡ്യൂട്ടിയാണ്. ഖുർആൻ ചോദിക്കുന്നുണ്ട്, രാവ് പകലാകാതെ രാവ് മാത്രമായാൽ ആരാ പകല് കൊണ്ടുതരാനുള്ളത്? ആലോചിക്കാൻ പറ്റൂല കേട്ടോ അങ്ങനത്തെ ഒരവസ്ഥ. നമ്മളിങ്ങനെ പേടിക്കും. പകല് മാത്രമായിട്ട് രാവ് വരുന്നില്ല എങ്കിൽ ആരാ നിങ്ങൾക്ക് രാവിനെ കൊണ്ടുതരാൻ? ഇനി രാവ് മാത്രമാണെങ്കിൽ ആരാ പകലിനെ കൊണ്ടുതരാൻ? ആ വാക്ക് സർമദ, കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ തന്നെ. നേരം പുലരണില്ലെങ്കിൽ കുറച്ചു നേരം നമ്മൾ വിചാരിക്കും നന്നായി, സുബഹിയൊന്നും ആയിട്ടില്ലല്ലോ, കുറച്ചും കൂടി കിടക്കാം. പക്ഷെ നമുക്ക് പേടിയാവട്ടോ, നമുക്ക് ഇടങ്ങേറ് വരും, നമുക്ക് അസ്വസ്ഥത വരും. ഈ രാവും പകലും അതിൻ്റെ ഡ്യൂട്ടി കൃത്യമായി നിർവഹിക്കുന്നുവെങ്കിൽ ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച രീതിയാണ് സത്യം. നമ്മൾ നമ്മുടെ ഡ്യൂട്ടി കൃത്യമായി ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭയങ്കര ക്ലാഷ് വരും. എങ്ങനെ ക്ലാഷ് വരുന്നത് എപ്പോഴാണ് നിങ്ങൾക്കറിയോ? പിന്നെ ലശംസി യംബഗി അൻ തുദ്രിക്കൽ ഖമർ, യാസീൻ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ. ലശംസി യംബഗി അൻ തുദ്രിക്കൽ ഖമർ വലല്ലൈലു സാബിഖുൻ നഹാർ. രാവ് സൂര്യൻ ചന്ദ്രനെ പ്രാപിക്കുകയില്ല, രാവ് പകലിനെ മറികടക്കുകയുമില്ല. കുല്ലുൻ ഫീ ഫലകിൻ യസ്ബഹൂൻ, എല്ലാം അതിൻ്റെ നിശ്ചിതമായ ഭ്രമണപഥത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്നതിന് ഭംഗം സംഭവിക്കുന്നത്, സൂര്യചന്ദ്രന്മാർ കൂട്ടിമുട്ടുന്നത്, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്നത് ഖിയാമത്ത് നാളിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആണിൻ്റെയും പെണ്ണിൻ്റെയും കർമ്മങ്ങളെ, പ്രവർത്തനങ്ങളെ കൃത്യമായിട്ട് ചെയ്യാതെ പോകുന്നുവെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ ഖിയാമത്ത് നാളാണ്. ഭയങ്കര സംഘർഷങ്ങളാണ്, ഭയങ്കര ആ സംഘർഷം ഇല്ലാതിരിക്കാൻ അല്ലാഹ് പറഞ്ഞു, വൽവാലിദാതു യുർളിഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി ലിമൻ അറാദ അൻ യുതിമ്മ റളാഅ വഅലൽ മൗലൂദി ലഹു റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന ബിൽ മഅറൂഫ്. പെണ്ണിന്റെ ഡ്യൂട്ടി ഉണ്ട്. അത് വൽവാലിദാതു യുർളിഅന ഔലാദഹുന്ന, സ്വന്തം കുഞ്ഞുമക്കൾക്ക് മുലപ്പാൽ കൊടുത്ത് വളർത്തി കൊണ്ടുവരിക എന്നത്, മുലപ്പാലിൽ കൊടുക്കുമ്പോൾ സംസ്കാരവും മര്യാദയും ശിക്ഷണവുമൊക്കെ ഉമ്മയിൽ നിന്ന് കുട്ടി പഠിച്ചുകൊണ്ടേ വരണം. ഉമ്മമാര് മാത്രം വളർത്തിയ മക്കള് ലോകത്തിൻ്റെ നെറുകയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇമാം ഷാഫി, ഇമാം ഗസാലി ഒക്കെ ഉമ്മ വളർത്തിയ മക്കളാ. കുഞ്ഞുനാളിലെ വാപ്പമാര് മരിച്ചു പോയിട്ട് ഉമ്മ ഒരുപാട് കഴിവുകളുള്ള അത്ഭുതമായൊരു സംവിധാനമാണ് പടച്ചതമ്പുരാൻ്റെ. ഉമ്മക്ക് പറ്റാത്തത് എന്താ? എന്തേ നമ്മളുടെ പവറിനെ കുറിച്ച് നമ്മൾ അറിയാത്തത്? എന്തുകൊണ്ട് നമ്മുടെ ഡ്യൂട്ടിയെ നമ്മൾ വിസ്മരിച്ചു പോകുന്നത്? എന്തുകൊണ്ട് ഖുർആനിന്റെ ആഴങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങിയിട്ട് അവിടെ നിന്ന് അറിവുകളെ ശേഖരിച്ച് ഈ സമൂഹത്തിൽ നല്ല മക്കളായി വളരാൻ നമുക്ക് എന്തെല്ലാം വിധത്തിൽ അവർക്കും കൂടെ നിൽക്കാൻ പറ്റുന്നറിയാലോ. ആ വിധത്തിൽ നമ്മൾ പഠിക്കണം, നമ്മൾ അറിയണം. ആണിനെയും പെണ്ണിനെയും എല്ലാ വിധത്തിലും ശിക്ഷണ മര്യാദകൾ കൊടുത്ത് വളർത്തുന്നതിൽ ഏറ്റവും വലിയ സ്വാധീനം ഞാൻ മനസ്സിലാക്കുന്ന ഉമ്മമാർക്ക് തന്നെയാണ്. കൂടെ നിൽക്കും. ഉമ്മമാര് പഠിപ്പിക്കുമ്പോൾ ചിലപ്പോൾ വാപ്പമാർക്ക് വലിയ സങ്കടമാവും. എന്തിനാ വഴക്ക് പറഞ്ഞത്, എന്തിനാ തല്ലിയത്, ഇതൊന്നും ചോദിക്കരുത്. ഒരിക്കലും ശിക്ഷണം ശിക്ഷയല്ല എന്നത് നമ്മൾ ആദ്യം പഠിക്കണം. ഈ വാക്കുകളിൽ വന്ന വ്യത്യാസം കൊണ്ടാണ് ഇന്ന് നമ്മുടെ സ്കൂളുകളിൽ പോലും ശിക്ഷിക്കാൻ അധ്യാപകർക്ക് പറ്റാതെ പോയത്. ശിക്ഷയും ശിക്ഷണവും വേറെ വേറെയാണ്. ശിക്ഷണത്തിൻ്റെ ഭാഗമായി ശിക്ഷിക്കുന്നുവെങ്കിൽ കുട്ടികൾക്ക് പോലും അതിൽ മനപ്രയാസം ഉണ്ടാവില്ല. ആ ശിക്ഷണം പോലും നിന്നുപോയൊരു കാലഘട്ടത്തിൽ കുട്ടികൾ വഴിതെറ്റുന്നുവെങ്കിൽ അവരെ മാത്രം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് കൂടെ നിൽക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം, നമ്മൾ കൂടെ നിൽക്കണം, അവർക്ക് മാർഗദർശനം നൽകണം. പിഴച്ചു പോകുന്നവർ, തെറ്റിപ്പോകുന്നവർ കുഞ്ഞുനാളിലെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഒക്കെ പാഠങ്ങൾ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയണം. ഉമ്മാടെ ഡ്യൂട്ടി അതൊക്കെ തന്നെയാണ്. വാപ്പാടെ ഡ്യൂട്ടി പറഞ്ഞു. എന്ത് പറഞ്ഞു? വൽവാലിദാതു യുർളിഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി ലിമൻ അറാദ അൻ യുതിമ്മ റളാഅ പറഞ്ഞിട്ട് വഅലൽ മൗലൂദി ലഹു റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന ബിൽ മഅറൂഫ്. ന്യായമായ വിധത്തിൽ. ആ മഅറൂഫൊക്കെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ട്
വീണ്ടും വീണ്ടും ആലോചിക്കണം കേട്ടോ, വീണ്ടും വീണ്ടും പഠിക്കണം. ന്യായമായ വിധത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു പുരുഷന് എത്രത്തോളമാണോ സഹായിക്കാൻ പറ്റുന്നത്, സമയമായോ, നിർത്താട്ടോ, ഒരു പുരുഷൻ എത്രത്തോളാണോ സഹായിക്കാൻ പറ്റുന്നത്, സഹകരിക്കാൻ പറ്റുന്നത്, ചെയ്യാൻ പറ്റുന്നത്, ചെലവിന് കൊടുക്കാൻ പറ്റുന്നത്, അതായിരിക്കണം. അപ്പുറത്തേക്ക് നോക്കി അതിൻ്റെ ഇപ്പുറത്തേക്ക് നോക്കി അതുപോലൊന്നും നമ്മൾ ആവശ്യപ്പെടണ്ട. അവിടെ നടന്ന കല്യാണം ആയിരിക്കരുത് എൻ്റെ വീട്ടിലെ കല്യാണം, അപ്പുറത്ത് നടന്ന വിരുന്നാകരുത് എൻ്റെ വീട്ടിലെ വിരുന്ന്. എൻ്റെ വീട്ടിലെ വിരുന്ന് ഏതെല്ലാം അടിസ്ഥാനപ്പെടുത്തി ചെയ്യാൻ പറ്റുമെന്ന് നമ്മളിരുന്ന് ആലോചിക്കണം. മൂത്താപ്പാടെ മോൻ്റെ കല്യാണത്തിന് അങ്ങനെയായിരുന്നു, അപ്പം നമ്മളെങ്ങനെ കുറയുക? അങ്ങനെ ഇല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ എന്താ ചെയ്തത്, എന്താണ് കല്യാണം, ഏത് വിധത്തിലായിരിക്കണം, ആരെയായിരിക്കണം, എങ്ങനെ മക്കളെ വളർത്തണം, എങ്ങനെ അവർക്ക് മാർഗദർശനം ചെയ്യണം എന്ന് തുടങ്ങുന്ന സകല കാര്യങ്ങളും അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇന്നഹാദൽ ഖുർആൻ, തീർച്ചയായും ഈ ഖുർആൻ യഹ്ദി ലില്ലതി ഹിയ അഖ്വം, ഏറ്റവും ചൊവ്വായതിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്, ഏറ്റവും ചൊവ്വായതിലേക്ക്. ഇതിൽ അന്ധകാരങ്ങളിൽ നിന്നും പ്രകാശത്തിലേക്ക് നമ്മളെങ്ങനെ കൊണ്ടുപോകുന്ന വഴിവിളക്കാണ്. ഇതിനെ കാണാതെ പോകരുത്, ഇതിനെ ശ്രദ്ധിക്കാതെ പോകരുത്. അതുകൊണ്ട് ഖുർആൻ കുടുംബജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നത് ഓരോ വിഷയത്തിലും നമ്മൾ നോക്കുക. ഖുർആനിൽ എന്താ പറഞ്ഞത്, ഖുർആനിൽ എന്താ പറഞ്ഞത്? കല്യാണത്തെക്കുറിച്ച്, വിരുന്നിനെക്കുറിച്ച്, മാതാപിതാക്കളെക്കുറിച്ച്, കുടുംബ ബന്ധങ്ങളെക്കുറിച്ച്, ചെലവഴിക്കേണ്ടതിനെക്കുറിച്ച്, സ്വത്തിനെക്കുറിച്ച്, സ്വത്ത് ഓഹരി വെക്കുന്നതിനെക്കുറിച്ച്, കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടായാൽ ഒരു വാക്കും കൂടി ഞാൻ പറയട്ടെ, ഊഷ്മളമായ കുടുംബത്തെക്കുറിച്ച് നിരന്തരമായി സംസാരിക്കാൻ ക്യാമ്പയിൻ നടത്തുകയും ചെയ്യുമ്പോൾ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, ഈ ഊഷ്മളതക്കിടയിൽ ചില വിഘ്നങ്ങളൊക്കെ സംഭവിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ടാവും. അതിനെന്താ പരിഹാരമെന്ന് കൃത്യമായി ഖുർആൻ പറഞ്ഞു. ആ പരിഹാരം ഇവിടെ നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കാം. ഈ ഖുർആനിൽ പറഞ്ഞതുപോലെ ഒരു ത്വലാക്ക് നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് പഠിക്കാം. ആയിരക്കണക്കിന് ത്വലാക്കുകൾ നടക്കുമ്പോഴും ഖുർആൻ പറഞ്ഞൊരു ത്വലാക്ക് നടക്കാത്തത് എന്തേ? നമ്മൾ ഖുർആൻ പഠിച്ചിട്ടില്ല, നമ്മളെ ഖുർആൻ സ്വാധീനിച്ചിട്ടില്ല. നമ്മൾ ഇനിയും ആഴങ്ങളിൽ ഖുർആൻ പഠിക്കേണ്ടതുണ്ട്, നമ്മുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരേണ്ടതുണ്ട്. ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് ബോധ്യമായത്, ഒരു കാലത്തും ത്വലാക്ക് നടക്കരുതെന്ന് അല്ലാഹ്ക്ക് നിർബന്ധമുണ്ട്. ശരിക്കും നിങ്ങൾ പഠിച്ചു നോക്കൂ. ഒരുപാട് ആയത്തുകളിലൂടെ പഠിച്ചു വരുമ്പോൾ ഒരു കാലത്തും നമ്മുടെ സമൂഹത്തിൽ ത്വലാക്ക് നടക്കരുത്. അത് മീസാഖുൻ ഗലീദ്, ശക്തമായൊരു കരാറാണ്. അതിൽ നിങ്ങൾ അത് പൊട്ടിച്ച് കളയരുതെന്നാണ്. അത് പൊട്ടിക്കാതിരിക്കാൻ അള്ളാഹു ഒരുപാട് മാർഗങ്ങൾ കാണിച്ചു തന്നു. കൂടുതൽ നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ ഇത് സ്വാധീനം ചെലുത്തണം. അള്ളാഹു എല്ലാ നിലക്കും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.